ഫ്രണ്ട് ബെഞ്ചിൽ ഒരു ആദ്യത്തെ 3 ബെഞ്ചിലിരിക്കുന്നവരെല്ലാം മുഴുവൻ ടീച്ചർമാർ പറയുന്ന എല്ലാം കേൾക്കും, അവരോട് ടീച്ചർമാർ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കും. അതിന് പുറകോട്ടുള്ള ബെഞ്ചിലിരിക്കുന്നവർ വേറെ പല പരിപാടികളും അവിടെ കാണിക്കും. അവരെ ഉഴപ്പന്മാരെന്ന് ലേബൽ ചെയ്യും, അവർ പഠിക്കാത്തവരെന്ന് ലേബൽ ചെയ്യും, അവർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ പിന്നീട് വന്ന ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും CBSE സ്കൂളും എല്ലാം ഒരു റൊട്ടേഷൻ രീതി പരീക്ഷിച്ചു. അതായത് ഈ ബെഞ്ചും ഡെസ്കിലും ഉള്ള കുഞ്ഞുങ്ങൾ ഓരോ ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നുള്ള രീതിയിൽ പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മുന്നിലും പുറകിലൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ കൊച്ചു ക്ലാസ്സിലാണ്. വലിയ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ഈ പുറകത്തെ ലാസ്റ്റ് ബെഞ്ച് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ചിന്തിക്കാതെ ഈ രീതി മാറ്റി സെമി സർക്കിൾ രീതി മാറിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അവർ പഠിക്കാത്തവരാണെന്നും അവർ കൊള്ളാത്തവരാണെന്നും ശ്രദ്ധിക്കാത്തവരാണെന്നും അവർ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നും ഒക്കെയുള്ള ഒരു മനോഭാവം. ബാക്ക് ബെഞ്ച് എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താ പ്രശ്നം എന്നറിയണം. നമുക്കറിയാം ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ തലയിൽ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മനോഭാവം മാറാതെ ബാക്ക് ബെഞ്ച് മാത്രം മാറ്റിയത് കൊണ്ട് കാര്യമുണ്ടോ? മനോഭാവമാണ് ആദ്യം മാറേണ്ടത്.